നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച ഭാഗം, അതായത് സിസ്റ്റം ഓഫ് സീവേജിനെ കുറിച്ചായിരുന്നു. അതായത് സെപ്പറേറ്റ് സിസ്റ്റം, കമ്പൈൻഡ് സിസ്റ്റം, പാർഷ്യലി സിസ്റ്റം, ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം ഇൻസ്പെക്ഷൻ ഓഫ് ബിൽഡിംഗ് ഡ്രെയിനേജ് സിസ്റ്റം. നമുക്ക് അതിന്റെ ഹെഡിങ് കാണാം അല്ലെ? ഇൻസ്പെക്ഷൻ ഓഫ് ബിൽഡിംഗ് ഡ്രെയിനേജ് സിസ്റ്റം. ഇതെന്താണ് ഈ ബിൽഡിങ്ങിന്റെ ഡ്രെയിനേജ് സിസ്റ്റം ഇൻസ്പെക്ഷൻ ചെയ്യണം എന്ന് പറയുന്നത്? നിങ്ങൾ സാധാരണ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ടാവും. നമ്മുടെ വീട്ടില് ആദ്യമായിട്ട് കറണ്ട് എടുക്കുവാണെങ്കിൽ അവര് ഇതിന്റെ ഒരു പണിയെല്ലാം ചെയ്യും. അതിനുശേഷം ഇവർ വന്ന് ഇൻസ്പെക്ട് ചെയ്യാറുണ്ട് അല്ലേ? ഇത് നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ പറയും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ, നമ്മുടെ വീട്ടിലെ ഡ്രെയിനേജ് സിസ്റ്റത്തിലും ഇൻസ്പെക്ഷൻ ചെയ്യാറുണ്ട്. Okay, while carrying out the inspection of drainage system, the following points are to be taken. എന്തൊക്കെ പോയിന്റ്സുകളാണ് നോക്കുന്നത്? ഡ്രെയിനേജ് സിസ്റ്റം ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും? ഫസ്റ്റ് വൺ, a detailed survey of the entire system is made and then completely checked. Okay, അതിന്റെ entire സിസ്റ്റം, മുഴുവൻ സിസ്റ്റങ്ങളും ഇത് ചെയ്യും, മൊത്തമായിട്ട് അത് ചെക്ക് ചെയ്യും. കാരണം ഈ രീതിയിലുള്ള ഈ ഡ്രെയിനേജ് സാധനങ്ങളെല്ലാം അല്ലെങ്കിൽ മലിന പദാർത്ഥങ്ങളെല്ലാം വേറൊരു വീട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കോ ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രകൃതി അല്ലെങ്കിൽ പ്രകൃതിയോട് കാണിക്കുന്ന ഒരു വലിയ ദ്രോഹമാണ്. നമുക്ക് അത് പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യാം? അതുകൊണ്ട് കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്യും. മറ്റൊന്ന്, if there are any damp spots, they should be detected as the indicated leakage. നോക്കുന്ന മറ്റൊരു പോയിന്റ് ആണത്. മൂന്നാമത്തെ പോയിന്റ്, the water closet, flushing tanks, traps should be examined. അതായത് വാട്ടർ ക്ലോസറ്റും ഫ്ലഷിംഗ് ടാങ്കും ട്രാപ്പ് ഇതെല്ലാം പരിശോധിക്കും. എമിഷൻ ഓഫ് ബാഡ് സ്മെൽ, ഇഫ് എനി ഫ്രം സാനിറ്ററി ബ്ലോക്ക് should be detected. അതായത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്മെല്ല് വരുന്നുണ്ടോ, ബാഡ് സ്മെല്ല് വരുന്നുണ്ടോ, അതെല്ലാം ഡിറ്റക്ട് ചെയ്യും. കാരണം അല്ലെങ്കിൽ സമൂഹത്തോട് കാണിക്കുന്ന ഒരു ദ്രോഹമായിട്ട് വരും. അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, ഇതാണ് നമ്മൾ കാണുന്ന ഒരു പോയിന്റ്. മറ്റൊരു പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാതെ വിട്ടതാണ്. ദി CI covers is inspection chambers, gully trap should be open and flow through the drain be observed. അതായത് ഇൻസ്പെക്ഷൻ ചേംബറിൽ, ആ ഇൻസ്പെക്ഷൻ ചേംബർ സാധാരണ രീതിയിൽ CI കവർ, അതായത് കാസ്റ്റേന്റെ കവർ കൊണ്ട് അത് അടച്ചു വെച്ചിട്ടുള്ളത്, അതെല്ലാം നോക്കും. ഗല്ലി ട്രാപ്പ് നോക്കും അല്ലെ? അതെല്ലാം ഓപ്പൺ ചെയ്തിട്ട് അതെല്ലാം ഈ കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കും. ഇതാണ് ഇൻസ്പെക്ഷൻ ഓഫ് ബിൽഡിംഗ് ഡ്രെയിനേജ് സിസ്റ്റത്തിൽ വരുന്ന കാര്യം. ഒരു 5 കാര്യങ്ങളാണ് ഇതിൽ നന്നായിട്ട് നോക്കുന്നത്. ഓക്കെ, ശരി. നമ്മൾ ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് വരിക. ടെസ്റ്റിംഗ് ഓഫ് ഡ്രെയിനേജ് സിസ്റ്റം. നമ്മൾ ഇൻസ്പെക്ട് ചെയ്തു, ഇനി നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും? നിങ്ങൾ പല സംഗതിയിലും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഈ പ്ലംബർമാര് വർക്ക് ചെയ്തു, വർക്കെല്ലാം ചെയ്തതിനു ശേഷം ഈ ക്ലോസറ്റുകൾ ശരിക്കും വർക്കിംഗ് ആണോ, അതുപോലെ തന്നെ എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടോ, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് പൊതുവെ അവർ ചെയ്യുന്നത്? വാട്ടർ ടെസ്റ്റ് ആണ്. ഒരു മേലെയുള്ള ഒരു ടാങ്കില് ഇതെല്ലാം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ വെക്കും. കാരണം ഈ പ്ലംബർക്ക് എന്ന് പറയുമ്പം ഇവിടെ ഇപ്പോൾ ഈ വീട്ടിൽ ഒരു പണിയുണ്ട്, ഇവിടുത്തെ ഒരു പണി ഏകദേശം കുറച്ചായി കഴിയുമ്പോഴേക്കും അടുത്ത വീട്ടിലെ പണി പിടിക്കും, അടുത്ത വീട്ടിലെ പണി പിടിക്കും, അടുത്ത വീട്ടിലെ പണി പിടിക്കും. ഇതാണ് സാധാരണ ചെയ്യാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇവർ ചിലപ്പം ഒരാഴ്ചയൊക്കെ ഇതിങ്ങനെ ഈ വാട്ടർ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കും. ചില സമയങ്ങളിൽ ചിലപ്പം 24 മണിക്കൂറായിരിക്കും. അതിന് ഓരോ തിരക്കുകളും അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു അല്പം പോലും ലീക്ക് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അല്പം പോലും
ഈ വേസ്റ്റുകളൊന്നും നമ്മുടെ റൂമിലേക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന കാര്യം അവർ ഉറപ്പുവരുത്തും. അത് പ്ലംബറിന്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഡ്രെയിനേജ് സിസ്റ്റം ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഡ്രെയിനേജ് സിസ്റ്റം നമ്മൾ കുടിവെള്ളത്തിന്റെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴായാലും ഒന്ന് മുറിച്ചിട്ട് എടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഡ്രെയിനേജ് സിസ്റ്റം ആയതുകൊണ്ട് മലിന പദാർത്ഥമാണ്, അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പം ഇതെല്ലാം നിർമ്മിച്ച ഉടൻ തന്നെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യും. എങ്ങനെയൊക്കെയാണ്? ഡ്രെയിൻസ് മസ്റ്റ് ബി കവേർഡ് over until they have been inspected and tested for leaks. ഒരു സംഗതി ലീക്സ് നോക്കും അല്ലെ. എന്തൊക്കെയാണ്? ഡിപ്പെൻഡിങ് ഓൺ ദി ടൈപ്പ് ഓഫ് ഡ്രെയിൻ ആൻഡ് സിറ്റുവേഷൻ, ടെസ്റ്റ് ദാറ്റ് മേ ബി അപ്ലൈഡ് ടു എ ഡ്രെയിൻ ടു ടെസ്റ്റ് ദി ജോയിന്റ് പെർഫോമൻസ് ഇൻക്ലൂഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് ടെസ്റ്റുകൾ ചെയ്യുന്നത്? ഒന്ന്, ഫസ്റ്റ് വൺ എയർ ടെസ്റ്റ്, വാട്ടർ ടെസ്റ്റ്, സ്മോക്ക് ടെസ്റ്റ്, കളേർഡ് വാട്ടർ ടെസ്റ്റ്, സ്മെൽ ടെസ്റ്റ്. ഈ 5 കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ആദ്യം എയറുമായിട്ട് ടെസ്റ്റ് ചെയ്തു, വാട്ടറുമായിട്ട് ടെസ്റ്റ് ചെയ്യും, സ്മോക്ക് അതായത് പുക ഒന്ന് പരിശോധിച്ച് നോക്കും, അതുപോലെ കളർ വാട്ടർ കൊടുത്തു നോക്കും, സ്മെല്ല് മണം അല്ലെ. ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. ആദ്യം എയർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. In this test, air is blown into the drain after plugging the ends. ഇതിന്റെ അവസാന ഭാഗത്തിന്റെയും പ്ലഗ് ചെയ്തു ഈ ഡ്രെയിനിന്റെ ഡ്രെയിൻ കുഴലിന്റെ അവസാനം എന്ത് ചെയ്തു, എന്നിട്ട് എയർ ടെസ്റ്റ് നടത്തും. മറ്റൊന്ന്, ദ സോപ്പ് സൊല്യൂഷൻ ഈസ് അപ്ലൈഡ് ഓവർ ദ ഡ്രെയിൻ. സോപ്പ് സൊല്യൂഷൻ അല്ലെ, നമ്മൾ സാധാരണ ടയറെല്ലാം പഞ്ചറായി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ആണി കയറും ഒക്കെ ചെയ്തിട്ട് പഞ്ചറാകാറുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് അവരെന്ത് ചെയ്യുന്നത്, ചിലപ്പം ഈ മൈന്യൂട്ട് പോയിന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കാണൂല. അത് ആ സമയത്ത് അവർ സോപ്പ് സൊല്യൂഷൻ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്യും അല്ലെ. അപ്പോഴും സോപ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു കുമിള വരും. അപ്പൊ നമുക്കറിയാം ഇവിടെ എയർ ലീക്കേജ് ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിലും ഇതുപോലെ സോപ്പ് സൊല്യൂഷൻ വെക്കും. മറ്റൊന്ന്, ദി ഫോർമേഷൻ ഓഫ് ബബിൾസ് ഇൻഡിക്കേറ്റ് ദി ലീക്കേജ്. അപ്പൊ ആ സമയത്ത് ഒരു ബബിൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ലീക്കേജ് ഉണ്ട് എന്നാണ് അർത്ഥം. നമുക്ക് അതിന്റെ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. Air test. In this video, we are going to see about air test in sewers. Pipe, joint, soap solution. The soap solution is applied over the drain. Air inlet. Air is blown into the drain after plugging the ends. Bubbles. The formation of bubbles indicates the leakage in the drain. കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി അല്ലേ? ഒരു സൈഡില് പ്ലഗ് വെക്കും, മറ്റേ സൈഡില് എയർ ഇൻലെറ്റ് ചെയ്യും, അതിന് തൊട്ട് മേലെയായിട്ട് എയർ ബബിൾസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സോപ്പ് സൊല്യൂഷൻ വെക്കും. ഇതാണ് എയർ ടെസ്റ്റ്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വൺ വാട്ടർ ടെസ്റ്റ് ആണ്. The drain is plugged at the lower inspection chamber and water is filled under pressure 0.015 Newton per millimeter square. കണ്ടോ എന്താണ് പറയുന്നത്? ഇൻസ്പെക്ഷൻ ചേംബറിൽ ഈ ഡ്രെയിനിന്റെ പ്ലഗിൽ എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത പ്രഷർ നമ്മളോട് കൊടുക്കും.
there should not be any visible drop in water level within 10 minutes. അപ്പോൾ ഒരു 10 മിനിറ്റ് ഈ രീതിയിൽ ഒരു കുഴപ്പമൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള അറിയും. വാട്ടർ ടെസ്റ്റിന്റെ ഒരു വീഡിയോ ഒന്ന് കാണാം. Water test. In this video, we are going to see about water test in sewers. Pipe, joint, gate valve, one end is fixed with the gate valve and the other end is plugged. The gate valve is open for the flow of water in the pipe. The gate valve is closed and the water is kept stable for 10 minutes. Leakage is identified if there is any visible drops over the pipe. ഓക്കെ, നമ്മൾ വാട്ടർ ടെസ്റ്റ് ഉണ്ട് അല്ലേ? ഒരു ഗേറ്റ് വാൾവിന് മേലെ വെള്ളമെല്ലാം ഉണ്ട്. എന്ത് ചെയ്തു? അതിന്റെ മറ്റേ സൈഡില് നമ്മൾ പ്ലഗ് വെച്ചിട്ട് അടച്ചു, വെള്ളം തുറന്നു വിടുന്നു. ആ സമയത്ത് ലീക്കേജ് ഉണ്ടെങ്കിൽ അറിയാം. ശരി, അടുത്താണ് സ്മോക്ക് ടെസ്റ്റ്. നമ്മൾ മുമ്പ് ഒരു ഇതിൽ പഠിച്ചിട്ടുണ്ട് സ്മോക്ക് ടെസ്റ്റ് എന്താണെന്ന്. പുക പരിശോധന. നമ്മുടെ വണ്ടിക്ക് ഉപയോഗിക്കുന്ന പുക പരിശോധന അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റത്തിലെ സ്മോക്ക് ടെസ്റ്റ് ആണ്. The test is carried out to detect leakage of rainwater pipe and other vertical waste pipe. Smoke test സാധാരണ ഒരു വെർട്ടിക്കൽ പൈപ്പിലാണ് സാധാരണ ഉപയോഗിക്കുക. അത് ഡ്രെയിൻ വാട്ടർ പൈപ്പിലും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. റെയിൻ വാട്ടർ പൈപ്പ്. In this test, the smoke is forced into the pipe. പൈപ്പിലൂടെ പുക കയറ്റിവിടും. ശരി, നമുക്ക് അതിനൊരു വീഡിയോ ഒന്ന് കാണാം. Smoke test. In this video, we are going to see about smoke test in sewers. Road surface, pipe, manhole, smoke blower, smoke is forced into the pipe. Leaked smoke. If there is any damage over the pipe, the smoke will be visible on the surface of the road. ഓക്കെ, സ്മോക്ക് ടെസ്റ്റ് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു അല്ലേ? സ്മോക്ക് മെഷീൻ കൊണ്ടുവന്നിട്ട് മാൻഹോളിൽ കൊണ്ടുവന്നിട്ട് പവറിൽ അടിച്ചു വിടുകയാണ്. ആ സമയത്ത് സ്മോക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാം അല്ലെ? ഇതാണ് നമ്മൾ കാണുന്ന ആ സ്മോക്ക് ടെസ്റ്റിന്റെ ഒരു ഫിഗർ. സ്മോക്ക് ടെസ്റ്റിന്റെ ഒരു ഫിഗർ. ഓക്കെ, ഇനി നമ്മൾ കളേർഡ് വാട്ടർ ടെസ്റ്റ് ആണ്. അതായത് സാധാരണ ഇതിനുള്ള പച്ചവെള്ളം മാത്രമല്ല, കളർ വാട്ടർ കൂടെ എടുക്കും. As same as the water test, the colored water is added from one end of the drain. ഇത് ചെയ്തു, ഡ്രെയിനിന്റെ ഒരു ഭാഗം ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? കളർ വാട്ടർ അടിക്കും. അപ്പൊ നമുക്കറിയാം ഇത് ഇന്ന സ്ഥലത്ത് നിന്ന്. ഇതിപ്പോ ഏത് ഭാഗത്തു നിന്നാണ് വെള്ളം വരുന്നത് നമുക്കറിയില്ല. കുറെ പൈപ്പുകൾ ഇതേ രീതിയിൽ കുഴിച്ചിട്ടിട്ടുണ്ട് പല സ്ഥലത്തും. അപ്പൊ എന്ത് ചെയ്യും? ഇത് ആ വെള്ളമാണോ അതോ ഈ വെള്ളമാണോ അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കളറ് വാട്ടർ എന്ത് ചെയ്യുന്നു? അത് ഒരു ഭാഗത്തോടെ അടിച്ച് കയറ്റി വിട്ടു കഴിഞ്ഞാൽ ഇതാണ് കംപ്ലൈന്റ് എന്ന് നമുക്കറിയാം.
If there is any leakage in the drain, it can be easily identified. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. കളർ വാട്ടർ ടെസ്റ്റിന്റെ ഒരു വീഡിയോ കാണാം. Colored water test. In this video, we are going to see about colored water test in sewers. Pipe, joint, gate valve, one end is fixed with the gate valve and the other end is plugged. The colored water flows through the pipe when the gate valve is opened. The gate valve is closed and the colored water is kept stable for 10 minutes. The colored water will be visible if there is any damage over the pipe. കാര്യങ്ങൾ വെരി ക്ലിയർ ആണ് അല്ലേ? ശരി, സ്മെൽ ടെസ്റ്റ് ആണ് അടുത്തത്. സ്മെൽ ടെസ്റ്റ്. എയർ ഈസ് മിക്സ്ഡ് വിത്ത് സം സ്മെല്ലിംഗ് ഗ്യാസ് ആൻഡ് ഇറ്റ് ഈസ് അലൗഡ് ടു പാസ് ത്രൂ ദി ഡ്രെയിനേജ് പൈപ്പ്. Leaky joint can be easily identified by smelling. Okay. സ്മെൽ ടെസ്റ്റിന് ഒരു സ്മെല്ലിംഗ് ഗ്യാസ് വിടും, ഇതിലേക്ക് ഒഴുക്കി വിടും. അപ്പൊ എന്ത് സംഭവിക്കും? ആ ഡ്രെയിനേജ് പൈപ്പ് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡ്രെയിനേജ് പൈപ്പിൽ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ ആ സ്മെല്ല് പുറത്തേക്ക് വരുമ്പോൾ നമുക്കത് അറിയാം. ഓക്കെ, ശരി. നെക്സ്റ്റ് പോയിന്റ്, മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ് ഡ്രെയിനേജ് സിസ്റ്റം. മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ് ഡ്രെയിനേജ് സിസ്റ്റം. എന്തൊക്കെയാണ് മെയിൻ്റനൻസ്? നമുക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് വരും അല്ലെ? ഡ്രെയിനേജ് സിസ്റ്റത്തിന് എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് വരാൻ സാധ്യതയുണ്ട്. The following points are to maintain the building drainage system. ചില പോയിന്റുകളുണ്ട്. എന്തൊക്കെയാണ്? There should be constant watch on the drainage system and maintained periodically. നമ്മൾ സാധാരണയായിട്ട് പ്രത്യേകം നമ്മൾ KSEBക്കാരൊക്കെ വന്നിട്ട് അവരുടെ ഓരോ പ്രത്യേകിച്ച് മഴക്കാലം ഒക്കെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, അല്ലെങ്കിൽ മഴക്കാലം തൊട്ട് മുമ്പൊക്കെ ആയിട്ട് ഈ ഏതെങ്കിലും മരങ്ങളോ ഇതിന് ലൈനിൽ എന്തെങ്കിലും ഭീഷണിയാകുന്നുണ്ടോ എന്നുള്ളത് നോക്കി അവർ വന്ന് അതുണ്ടെങ്കിൽ ആ ഭാഗങ്ങളെല്ലാം മുറിച്ചു കളയും അല്ലേ? ഇപ്പൊ ഓരോ പീരിയോഡിക്കലി ആണ് അത് ചെയ്യുന്നത്. ഇതേപോലെ നമുക്കും ഇതുപോലെ പീരിയോഡിക്കലി ആയിട്ട് അല്ലെങ്കിൽ ഓരോ ടൈം ടു ടൈം ആയിട്ട് എന്ത് ചെയ്യാം, ഇത് ചെയ്യും. ഇത് നമുക്ക് അങ്ങനെ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ റിപ്പയർ വർക്കോട് കൂടുതലായിട്ട് വരും. മറ്റൊന്ന്, വാഷേഴ്സ് ഓഫ് ലീക്കി ടാപ്പ് ഷുഡ് ബി റീപ്ലേസ്ഡ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. പല സമയങ്ങളിലും വാഷറുകളൊക്കെ പോകും. ടാപ്പുകൾ നല്ലതായിരിക്കും, പക്ഷെ വാഷർ, ചെറിയ വാഷറുകൾ അല്ലെ, അത് പോകും. അപ്പൊ എന്ത് ചെയ്യും? അതൊക്കെ നമുക്ക് ടൈം ആയിട്ട് അല്ലെങ്കിൽ ടൈമിലി അല്ലെങ്കിൽ റെഗുലർ ഇന്റർവെൽസിൽ അതൊക്കെ ചെയ്യാം. ദി എൻറ്റയർ ഡ്രെയിനേജ് സിസ്റ്റം ഷുഡ് ബി ക്ലീൻഡ് വൺസ് ഇൻ ദ മന്ത്. ഇവിടെ പറയുന്നു ഈ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ മാസത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യണമെന്നാണ് പറയുന്നത്. സാൻഡ്, ഗ്രിറ്റ് എക്സെട്ര ഷുഡ് ബി കളക്റ്റഡ് സെപ്പറേറ്റ്ലി ആൻഡ് ഷുഡ് നോട്ട് ബി അലൗഡ് ഇൻ ടു സീവർ. കേട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. നോട്ട് അലൗഡ് ഇൻ ടു സീവർ. അടുത്തത്, ഫിനോൾ ഓർ എനി അതർ അപ്രൂവ്ഡ് ഡിസ്ഇൻഫെക്റ്റന്റ് should be used regularly to maintain the sanitary condition. ഫിനോയിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഈ കീടനാശിനികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ സാനിറ്ററി കണ്ടീഷൻ ഒന്ന് ക്ലിയർ ആക്കി വെക്കും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻ്റനൻസ് നമ്മൾ കണ്ടു. എന്തിൻ്റെയും മെയിൻ്റനൻസ് പോലെ നമ്മുടെ ഈ ഡ്രെയിനേജ് സിസ്റ്റവും മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റും അല്ലെ? വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചത്. ഇതുപോലുള്ള വീഡിയോ ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി അത് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, താങ്ക് യു.